ഞങ്ങൾ ചങ്ക് പൊട്ടി ഞാനും എൻ്റെ ജീവിത പങ്കാളി കൂടി കരിഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് പോയിട്ട് തൊട്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5ാമത്തെ കൊന്ത രഹസ്യം ചെല്ലി 2 പേരും കൈ ഓർത്ത് പിടിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2018 ആണ് വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ശത്രുവായിട്ട് കിടന്നു വന്നു. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. ആ മക്കൾ, അതിൽ മൂത്ത മകൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എതിരായിട്ട് കേസ് കൊടുത്തു. അമ്മയ്ക്കും അപ്പനും ആ പീഡനത്തിൻ്റെയും, അതുപോലെ അനിയൻ കൊച്ചിന് മൂത്ത മകൻ്റെ 2 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു അതിനെതിരായിട്ടും കേസ് കൊടുത്തു. അങ്ങനെ 2ാമത്തെ മകൻ കല്യാണം കഴിഞ്ഞ് 2 മാസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന നാൾ തൊട്ട് മകൾ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരുമായിട്ടൊന്നുകൂടെ കെറുവായിട്ട് ഇരിക്കുമായിരുന്നു. അന്നേരം ഈ 2ാമത്തെ മകൻ്റെ ഭാര്യ പുറത്തായതുകൊണ്ട് ഇവനെ പുറത്ത് വിടാൻ കഴിയാലാഞ്ഞിട്ട് ഇവനെതിരായിട്ട് പീഡന കേസ് കൊടുക്കുകയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവർ പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ പോലീസും എല്ലാവരുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വരികയും കയറി ഇറങ്ങി തെളിവെടുക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ ഉടമ്പടി കാശൂരും ഒക്കെ കഴുത്തിലിട്ട് മിക്ക ദിവസവും പോലീസ് വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ അടുത്ത് ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കും, അമ്മേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അവർ ചോദിക്കുന്നതിന് ഉത്തരമൊക്കെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണം, എന്നെ സഹായിക്കണം, വേറെ ആരുമില്ല എനിക്ക്, അമ്മ മാത്രമേ ഉള്ളെന്ന് ഞാൻ പറയും. അങ്ങനെ പോലീസ് വന്ന് തെളിവെടുപ്പ് എടുത്തു പോയപ്പം അവർക്കിത് പറഞ്ഞതെല്ലാം കള്ളത്തരമായിട്ട് മനസ്സിലാക്കുകയും അവർ തിരിച്ചു പോയി കേസ് ചാർജ് ചെയ്തില്ല. എന്നാലും അവർ പിന്നെ നിരന്തരം വക്കീലിനെ കൊണ്ടൊക്കെ കേസ് ചാർജ് ചെയ്യിപ്പിച്ച് അവർ അന്വേഷണമായിട്ട് പിന്നെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാലും ഇതിനൊരനക്കം വന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് 14 പ്രാവശ്യം ഞാൻ കോഴിക്കോട് നിന്ന് തന്നെയാണ് മിക്ക ദിവസവും വരുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് ബസ് കയറി, ഇവിടെ കൃപാസനത്തിൽ ഇങ്ങനെ സ്റ്റോപ്പൊന്നുമില്ലായിരുന്നു. ബസ്സുകാരോട് ഇങ്ങനെ പറഞ്ഞ് ഉറക്കം ഒളിച്ച് കണ്ണും തുറന്നിരുന്ന് ഇവിടെ ഇറങ്ങണം പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്ന് ഞാൻ മാത്രമേ ഉണ്ടാവുമായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. 2018 തൊട്ട് അവസാനം വന്നു പോയത് കോവിഡിൻ്റെ ആഴ്ചയാണ് അവസാനം വന്ന് നിന്ന്. പിന്നെ വരാൻ പറ്റിയില്ല കോവിഡ് കാരണം. അതിൻ്റെ ഇടയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ ശാരീരികവും മാനസികമായിട്ടും ഞങ്ങൾ ഒത്തിരി വേദനിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങളെന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. എന്നും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന കുടുംബത്തിനാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നത്? മകൻ്റെ ഭാര്യ പോയില്ലേ, കേസ് കൊടുത്തു പോയില്ലേ എന്നൊക്കെ മനുഷ്യൻ്റെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടു പറയും, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അത് ഉറച്ച് ഞാൻ പറയുന്നു. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ആ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്, ഞങ്ങളുടെ കുടുംബം മുഴുവനും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് അസുഖം വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മോന് വിദേശത്ത് പോകാൻ ചാൻസ് കിട്ടി. വക്കീൽ പറഞ്ഞു, ഇവിടെ നിൽക്കണം, നിൻ്റെ കേസൊന്നും ആയില്ലല്ലോ. അവൻ്റെ ഭാര്യ പോവുകയും ചെയ്തു. എന്നാൽ നീ പുറത്തോട്ട് പൊക്കോന്ന് പറഞ്ഞ് അവർ വിട്ടു. എന്നാൽ അതിൻ്റെ പേരിൽ ആ കേസ് തീരണമെങ്കിൽ ഇവൻ ഇവിടെ വരണം. 2ാമത്തെ മകൻ്റെ കാര്യം പറഞ്ഞു. 2ാമത്തെ മകനെതിരായിട്ടാണ് ഇവൾ കേസ് കൊടുത്തിട്ട് പോയത്. മൂത്ത മകൻ്റെ ഭാര്യയാണ് കൊടുത്തിട്ട് പോയത്. എന്നിട്ട് അവൻ തിരിച്ചു വരണം, എന്നാൽ മാത്രമേ കേസ് തീരുള്ളൂ. കോവിഡ് ആയതുകൊണ്ട് വരത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ കേസ് തീരണമല്ലോ, കൊച്ചിന് പോവുകയും ചെയ്യണ്ടേ എന്നോർത്ത് അവൻ ഒത്തിരി പേരെ കാണുകയും പറക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥനയും ഞങ്ങളിവിടെ കൃപാസന പ്രാർത്ഥനയും എല്ലാം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ചാൻസ് കിട്ടി കൊച്ചിന്. വക്കീൽ പോരാൻ പറയുകയും ചെയ്തു. നിങ്ങൾ പോരാൻ, ഞാൻ ജാമ്യം എടുത്ത് തരാമെന്ന് പറഞ്ഞു. അവരെല്ലാം റെഡിയാക്കി അവിടുന്ന് പോരുകയും ചെയ്തു. പോന്നു കഴിഞ്ഞ് ഉടനെ വക്കീൽ പറഞ്ഞ്, ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ, ഇത് കോടതിയിൽ ഓൺലൈനായിരുന്നല്ലോ കോവിഡ് കാരണം, കുറച്ച് പേരെ മാത്രമേ നോക്കുകയുള്ളൂ അവരെന്ന് പറഞ്ഞു. ഞങ്ങൾ ചങ്ക് പൊട്ടി ഞാനും എൻ്റെ ജീവിത പങ്കാളി കൂടി കരിഞ്ഞ് പ്രാർത്ഥിച്ചു. വൈകുന്നേരം 3 മണി വരെ കോടതിയിലുള്ള പ്രവർത്തനം. ഞങ്ങൾ കരുണയുടെ കൊന്തയും ചൊല്ലി ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപാസന അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പപ്പേ നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് തൊട്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5ാമത്തെ കൊന്ത രഹസ്യം ചെല്ലി 2 പേരും കൈ ഓർത്ത് പിടിച്ചു. അവിടെ പോയി തൊട്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം ഫോൺ വന്നു.
ജാമ്യം കിട്ടിയെന്ന്. അന്നേരം ഞങ്ങൾ ദൈവത്തിന് 1000 നന്ദി പറയുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ കോടതിയിൽ നിന്ന് കിട്ടിയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ രേഖയൊന്നും കിട്ടിയില്ല. രേഖയൊന്നും കിട്ടാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അവർ പെട്ടെന്ന് മൊബൈലിൽ കൂടെ എല്ലാം അയച്ചു തന്ന് ഞങ്ങളുടെ കയ്യിൽ അത് കിട്ടി. അതുകൊണ്ട് മൂത്ത മകൻ വേഗം ഓടി സമയം 5 മണിക്ക് മുമ്പ് അത് റെഡിയാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ഓടിപ്പോയി ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിൽ കാണിക്കുകയും അവർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അവരും ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അതിന് സർക്കിളെല്ലാം ഇടപെട്ട് മക്കൾ അവിടെ നിന്ന് അവൻ പോരുകയും ചെയ്ത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്കാണ്ട് അവരുടെ കയ്യിൽ കടലാസ് കിട്ടിയില്ല. രാത്രി 2 മണിയാകുമ്പോഴത്തേക്ക് കൊച്ചിറങ്ങിയത്. അന്നേരത്തേക്കാണ്ട് ഇവിടുന്ന് ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടർ സർക്കിൾ പറഞ്ഞു, ഞാൻ അയച്ചു കൊടുത്തോളാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് കാലിക്കറ്റ് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോലീസ് ഇവനെ ചോദ്യം ചെയ്ത് പിടിച്ചു. ഉടനെ കമ്പ്യൂട്ടറിൽ പേരടിക്കുമ്പോൾ ഇവൻ്റെ പേര് വരുമല്ലോ. അന്നേരം ഇവനോട് ചോദിച്ചു, നീ ഇവൻ എന്തൊക്കെ തിരുവാമ്പാടിയിലേക്ക് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അവിടുന്ന് അയച്ചു. സർക്കിൾ ഇടപെട്ടു, കാര്യങ്ങളെല്ലാം നടത്തി. അവൻ്റെ കടലാസുകളെല്ലാം പെട്ടെന്ന് ഇവനൊരു തെറ്റുമില്ല, കുറ്റമൊന്നുമില്ല, ഇവനെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ അവൻ്റെ ജാമ്യം കിട്ടിയത് കൊണ്ട് കോവിഡ് കാരണം അവന് പുറത്തിറങ്ങത്തില്ല. അങ്ങനെ 10-23 ദിവസം ഇരിക്കേണ്ട വന്നു ക്വാറന്റൈനിൽ. അതുകൊണ്ട് അപ്പോൾ ഇടയ്ക്ക് പോയി സ്റ്റേഷനിൽ പോയി കാണുകയും ഒപ്പിടുകയും ചെയ്യണം. അതിൻ്റെ എല്ലാം ചെയ്ത് കേസ് അങ്ങ് ജാമ്യം കിട്ടി. പിന്നെ കോടതിയിൽ എല്ലാ കാര്യങ്ങളും 2 കൂട്ടരും എല്ലാം ശരിയാക്കിയിട്ട് കേസ് തീർന്നു പോയി. കേസ് സമാധാനത്തിൽ തീർന്നു. അവൾ ഒത്തിരി നഷ്ടപരിഹാരവും ഒത്തിരി ഞങ്ങൾക്ക് അതിൻ്റെ വലിയൊരു തുകയെല്ലാം ആവശ്യപ്പെട്ടാണ് പോയത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. അതെല്ലാം ഞങ്ങൾ അവർക്ക് കൊടുത്തു. എല്ലാം നമുക്കത് ആവശ്യപ്പെട്ട കൊടുത്ത് ഞങ്ങൾ തീരുമാനിച്ചു, നമ്മൾക്ക് ഇതിൽ കൂടുതൽ എന്ത് നഷ്ടമാണ് നമുക്ക് വരാനുള്ളത്, സ്വത്തല്ലല്ലോ വലിയത്, അപ്പോൾ കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൊടുത്തു. കുഞ്ഞിനും ഉള്ളത് കൊടുത്തു, അവൾക്കുള്ളതും കൊടുത്തു വിട്ടു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എതിരായിട്ട് കേസും കൊടുത്തു. ഈ മകനെ പുറത്ത് അവനെ ജീവിക്കാൻ അനുവദിക്കരുതെന്നുള്ള വിധത്തിലാണ് ആ മകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയത്. പക്ഷേ പരിശുദ്ധ അമ്മ എല്ലാം ഇടപെട്ട് സമാധാനത്തോടുകൂടി ഞങ്ങൾക്കെല്ലാം നടത്തി തന്നു. പിന്നെ അങ്ങനെ ഈ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, കിഡ്നിക്ക്. അങ്ങനെ അതിൻ്റെ ഈ വേദനയുടെ കൂടെ തന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വേദനകൾ ഓരോന്ന് വന്നാലും ഞങ്ങൾ ദൈവത്തെ കൈവിട്ടില്ല. ഞാൻ ആരെന്നോട് പറഞ്ഞാലും ഞാൻ പറയും, എൻ്റെ ദൈവം അറിയാതില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ അവരോട്. എന്നിട്ട് അവർ പറയും, നിനക്ക് ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ഇരുന്നോളാൻ പറയും. അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുന്നതെന്ന് പറയും. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ വന്നു. ഒരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ഓപ്പറേഷൻ ചെയ്ത് അവർക്ക് ഡോക്ടർമാർക്കൊരു തെറ്റ് പറ്റുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വേറൊരു വലിയൊരു ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ജീവൻ കിട്ടൂലെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും കൃപാസന തൈലവും കശൂരവും പ്രദക്ഷിണ പ്രാർത്ഥനയും തിരിയൊക്കെ ആയിട്ടാണ് ഞാൻ പോവുള്ളൂ. ആശുപത്രി കൂടെ എല്ലാം കത്തിച്ച് കൃത്യസമയത്ത് ഇതെല്ലാം പ്രാർത്ഥിക്കുകയും തൈലും തേക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ജീവിത പങ്കാളി 3 മാസം കഷ്ടപ്പെട്ട് ഒത്തിരി വിഷമിച്ചാലും ദൈവം ജീവൻ തിരിച്ച് ഞങ്ങൾക്ക് തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും അമ്മയുടെ ഒറ്റ അനുഗ്രഹമാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അടുത്ത ഒരു മാസത്തിനിടയ്ക്ക് 2 പേർക്ക് ഒന്നിച്ചൊരു ദിവസം തന്നെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അന്നേരം ഞാൻ എന്നും അവർ പുറത്ത് പോകുമ്പോഴും വർക്കിന് അവർ പുറത്ത് പോകുമ്പോൾ എന്നും ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണിയാണ്. അവർ തിരി കത്തിച്ച് കൃപാസന അമ്മേനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. ഞാൻ പറയും അവരോട്, അമ്മേനെ കൊണ്ട് മാത്രമേ മക്കളെ നിങ്ങൾ പുറത്ത് പോകാവുള്ളൂ, അമ്മ നിങ്ങളെ നോക്കും, നിങ്ങൾ കയറുന്ന വാഹനവും എല്ലാം സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫലമായിട്ട് അവരുടെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. ഈ കുഞ്ഞുങ്ങളെ 2 പേരും ജീവനോടെ കിട്ടുമെന്ന് ഓർത്തല്ല, ദൈവം അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഒരു കൊല്ലം കുഴപ്പം പറ്റിയില്ല. ഒത്തിരി പരിക്കൊക്കെ പറ്റി, അവൻ്റെ മുട്ടൊക്കെ ഒത്തിരി തകർന്നു പോയി, ലിമെൻ്റൊക്കെ പൊട്ടിപ്പോയി, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുവാണ്. എന്നിരുന്നാലും ബാക്കി കിട്ടുമെന്ന് പറയാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് എല്ലാം ജീവൻ തിരിച്ചു കിട്ടി. അവൻ്റെ കഴുത്തേൽ ഉടമ്പടി കാശൂരവും വെന്തിങ്ങും കൊന്തയും പോകാൻ നേരത്ത് അവൻ തൈലുമൊക്കെ നെറ്റിയെ കുരിശ് വരച്ചവൻ പോകുന്ന ആ ശീലം ഉള്ളതുകൊണ്ട് അമ്മ കാത്ത് രക്ഷിച്ചെന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, അതേ അമ്മേ, അമ്മ പറഞ്ഞ പോലെ തന്നെ എന്നെ പരിശുദ്ധ അമ്മ കാത്ത് രക്ഷിച്ചാണ്. ഭേദാവുമ്പം കാല് വന്നു. അവൻ സാക്ഷ്യം പറയാം, ഇവിടെ വരാൻ വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ തൈലവും ഇതൊക്കെ കൂടി ഞാൻ രോഗികളായിട്ട് ആരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ഞാൻ ജീവിത പങ്കാളിയായിട്ട് 3 മാസം ആശുപത്രി കടന്നാലും ഞാൻ ഇവിടെ എല്ലാ മാസം വരുമായിരുന്നു. അത് വലിയൊരു അനുഗ്രഹം. ഇവിടുന്ന് ഞാൻ പേപ്പർ കൊണ്ടുപോയി ഓരോ റൂമിലും കതക് മുട്ടിയിട്ട്
എല്ലാ മതക്കാരുടെ അടുത്ത് കൂടെ പോവും. എന്നിട്ട് എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. ഞാൻ ഇത്രയും വലിയൊരു കേസായിരുന്നു എൻ്റെ ജീവിതത്തിൽ വന്നേ, ഞാൻ ആ കേസിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ച അമ്മയാണ്, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവിടെ നിങ്ങൾ പോക്കോ, അങ്ങനെ പറഞ്ഞ് അവർക്ക് പേപ്പർ കൊടുക്കുകയും അവർക്ക് എനിക്ക് കിട്ടിയ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു. ഞാൻ പിന്നെ പേപ്പറൊക്കെ എൻ്റെ ജീവിത പങ്കാളി കിടക്കുന്ന ബെഡിൻ്റെ അടിയിലും രോഗികളായിട്ടുള്ളവർക്ക് പറയും, നിങ്ങൾ ബെഡിൻ്റെ അടി വെച്ച് കിടക്കുക, അതുപോലെ തൈലം കൊടുക്കുക, അങ്ങനെ കാശുരൂപവും എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തന്ന അനുഭവം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ, എന്താപത്തും അവിടെ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അവർ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കും. അതും അവർ ഒരിക്കലും മാറിപ്പോകില്ലായിരുന്നു. പരിശുദ്ധ അമ്മയോടും ഈശോയോടും അവർക്ക് അത്ര സ്നേഹമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ അനേകായിരം നന്ദി ഞങ്ങളെ കുടുംബത്തിന് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് തിരുക്കുമാരനോടും അമ്മയോടും 1000 നന്ദി ഞാൻ പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എനിക്ക് ഈ സാക്ഷ്യം കഴിഞ്ഞ ജനുവരി വന്നത്, എനിക്ക് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് ഞങ്ങളുടെ ബസ്സിലിരുന്ന് ഞങ്ങളെ കൊണ്ടുവരുന്ന ആ സഹോദരൻ പറഞ്ഞു, സാക്ഷ്യം പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനമാണ്, മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിലും ഏറ്റുപറയും. ആ തിരുവചനമാണ് എന്നെ ഇങ്ങനെ പറയാൻ അന്നേരം തോന്നിപ്പിച്ചത്. ഞാൻ അന്നേരം ഈ സംഭവം എല്ലാം അവരുടെ മുമ്പിൽ, ഞങ്ങളുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നു. ഇവിടെ എനിക്ക് കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. വറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകും നീ. ഇങ്ങനെ പറയുന്ന തിരുവചനം ഓരോ അനുഭവ സാക്ഷ്യവും നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ഈ അനുഭവ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വചനം എങ്ങനെയാണ് സാർത്ഥകമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുക. അതായത് തൻ്റെ ജീവിതത്തെ മൊത്തം ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കേസിലകപ്പെടുന്ന തൻ്റെ സ്വന്തം മകൻ്റെ കാര്യമാണ് ഈ അമ്മ പങ്കുവച്ചത്. അപ്പോൾ കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ, പോക്സോ കേസിൽ ആ മകന് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയിൽ, അങ്ങനെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാണ് ആ കേസിന് കാരണക്കാരാകുന്നത്. ഇതൊക്കെയാണ് നാം കേട്ടത്. പിന്നീട് എങ്ങനെ ജാമ്യം കിട്ടുന്നു എന്നും ആ മകനെ നിരുപാധികം കോടതി എങ്ങനെ വിട്ടയച്ചു എന്നുമൊക്കെയുള്ള സാക്ഷ്യം നാം കേട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, മക്കൾക്ക് അപകടത്തിൽ നിന്ന് സംരക്ഷണം, ഇതൊക്കെയാണ് നാം കേട്ടത്. അതാണ് തിരുവചനം പറയുക, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. എന്തും ജീവിതത്തിൽ വരട്ടെ, എന്തു വന്നാലും ഈ മകൾ നാം അതുതന്നെയാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. എന്തു വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഈ മകളും ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. എല്ലാം ജോബ് അതാണ് പറയുന്നത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതാണ് ജോബ് പറയുക. തൻ്റെ ദയനീയമായ അവസ്ഥയിൽ ചാരക്കൂനയിലിരുന്ന് സ്വന്തം ശരീരത്തിലുണ്ടായ ചൊറികൾ ചുരണ്ടിയപ്പോൾ ജോബിൻ്റെ വൈഫ് ജോബിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി നിൻ്റെ സത്യസന്ധതയും നിൻ്റെ ആത്മാർത്ഥതയുമൊക്കെ എന്ന് ചോദിക്കുമ്പോഴാണ് ജോബ് പറയുക ഈ വാക്യങ്ങൾ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ജീവിത പ്രശ്നങ്ങളിൽ നാം നട്ടം തിരിയുമ്പോൾ അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി നമ്മെ എന്തുമാത്രമാണ് ദൈവത്തോട് അടുപ്പിക്കുക. അതായത് ആ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം ഈ മകൾ ഇവിടെ എത്ര പ്രാവശ്യം വന്നു എന്നും ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും കൃപാസന പത്രം ഓരോ മാസവും വന്ന് വാങ്ങിച്ചു കൊണ്ട് പോവുക, അത് തൻ്റെ ഹസ്ബൻഡ് രോഗിയായി കിടക്കുമ്പോഴും ആ ഹോസ്പിറ്റലുകളിലെ ഓരോ റൂമിലും മുട്ടി അവർക്ക് കൃപാസന പത്രം കൊടുക്കുക, തൻ്റെ അനുഭവ സാക്ഷ്യം ഓരോരുത്തരോടും പറയുക. ഇതൊക്കെ ഈ മകൾ ചെയ്തത് നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് നമുക്കും ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ
എങ്ങനെയാണ് നാം ഉടമ്പടി പാലിക്കുന്നത്? ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഏത് കേസ് വന്നാലും അവിടെയും അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുണ്ടാകും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.